നമസ്കാരം. റേക്കി ശാക്തേയം സാക്ഷിയെ കണ്ടെത്തുക ധ്യാനമാണ് ഇന്നത്തെ വിഷയം. അഗാധസ്പർശിയായ നിരവധി ധ്യാനമാർഗങ്ങളിലൊന്നാണ് ഈ സാക്ഷിയെ കണ്ടെത്തുക എന്നുള്ള ധ്യാനം. ഇതിനെ വളരെ ഹ്രസ്വമായിട്ട് പറയുകയാണെങ്കിൽ, ഈ പുരിക മധ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്നുകൊണ്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. വളരെ ശ്രമകരമല്ലാത്ത ഒരു ധ്യാനമാർഗമാണിത്. ആർക്കും റേക്കി അഭ്യസിക്കണമെന്നില്ല. സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്കും ഈ ധ്യാനം ചെയ്ത് ഫലശ്രുതി കൈവരിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രയോജനം. ആധുനിക ശരീരശാസ്ത്രം പറയുന്നത് ഭ്രൂമധ്യത്തിൽ ശരീരത്തിലെ ഏറ്റവും നിഗൂഢമായ ഒരു ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നു. അതിനെ പിനിയൽ ഗ്ലാൻഡ് എന്നാണ് വിളിക്കുന്നത്. ഈ പിനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്രന്ഥി തിബറ്റുകാരുടെയും തന്ത്രശാസ്ത്രകാരന്മാരുടെയും ശിവനേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഭ്രൂമധ്യത്തിലുള്ള പിനിയൽ ഗ്ലാൻഡ്, രണ്ട് കണ്ണുകൾക്കും ഇടയിൽ മധ്യത്തിലായിട്ടാണ് മൂന്നാം കണ്ണ് ശിവനേത്രം കുടികൊള്ളുന്നത്. അപ്പോൾ ഈ ശിവനേത്രം രണ്ട് കണ്ണുകൾക്ക് നടുവിലായി മൂന്നാമതൊരു കണ്ണ് നിലനിൽക്കുന്നു എന്ന ഒരു വസ്തുത ആദ്യമേ തന്നെ അവബോധജന്യമായി നാം ഹൃദയസ്ഥമാക്കിയിരിക്കണം എന്നുള്ളതാണ്. ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി. അപ്പോൾ സാധാരണഗതിയിൽ അത് പ്രവർത്തനക്ഷമം ആകാറില്ല. ഇതിങ്ങനെ പട്ടിണിക്ക് കിടക്കുവാണ്. അതിനെ പരിപാലിക്കാതെ അശ്രദ്ധമായി ഒരു സമയം കഴിയുമ്പോൾ നമ്മളെല്ലാം തന്നെ ഈ ലെഫ്റ്റ് ബ്രെയിൻ ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നു. ഒരിക്കലും നമ്മൾ മസ്തിഷ്കത്തിൻ്റെ വലതുഭാഗമോ അല്ലെങ്കിൽ സെൻറ്റിയേർഡ് തിങ്കിങ്ങോ ആ മധ്യഭാഗമോ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഒട്ടുമിക്ക ജീവിതത്തിലെ ക്ലേശങ്ങൾക്കും പരാജയങ്ങൾക്കും കാരണഭൂതമായിട്ട് മാറുന്നത്. ഇനി മുതൽ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും, രോഗശാന്തി ഉണ്ടാകും. തന്നെയുമല്ല, ഒരു രോഗശാന്തിക്കാരനായിട്ട് മാറിത്തീരാനും നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് ഈ ധ്യാന പരിശീലനത്തിൻ്റെ മേന്മ. ഇത് തുറക്കണമെന്നുണ്ടെങ്കിൽ നാം എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ധ്യാനത്തിലൂടെയാണ്, മെഡിറ്റേഷനിലൂടെയാണ് ഇത് ഓപ്പണിംഗ് ആയി കിട്ടത്തുള്ളൂ. അത് അന്ധമല്ല. ഈ കണ്ണ് അന്ധത ബാധിച്ചതല്ല. ഇതൊരു ചാരം മൂടിക്കിടക്കുന്ന ഒരു അഗ്നി സ്ഫുലിംഗം അവിടെ കിടക്കുന്നുണ്ട്. അതിനെ ഊതി ഉണർത്തുക എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. വെറുതെ അടഞ്ഞു കിടക്കുന്നു. അതിനെ തുറപ്പിക്കുകയാണ് നമ്മളിന്ന് ചെയ്യുന്ന ഈ ധ്യാനത്തിൻ്റെ മുഖ്യമായിട്ടുള്ള ഉദ്ദേശം. ഭ്രൂമധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആദ്യമായിട്ട് കണ്ണുകൾ അടയ്ക്കുക, ഭ്രൂമധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്നിട്ട് രണ്ട് കൺപുരുകങ്ങൾക്കുമിടയിൽ മധ്യേ കണ്ണുകളെ കേന്ദ്രീകരിക്കുക. രണ്ട് കണ്ണുകൾക്കും മധ്യേ പുരിക മധ്യത്തിൽ കണ്ണുകളുടെ
ഏകമായിട്ട് കൊണ്ടുവന്ന ഒരൊറ്റ നോട്ടത്തിൽ തന്നെ അതിനെ പുരികമധ്യം കണ്ടെത്തുക. ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം അതാണ്. എല്ലാ ശ്രദ്ധയും ഈ പുരികമധ്യത്തിൽ ആയിത്തീരട്ടെ. സങ്കല്പിച്ച് നോക്കുക. പുരികമധ്യത്തിൽ നിങ്ങൾ സങ്കല്പം കൊണ്ട്, ശ്രദ്ധ കൊണ്ട് നിങ്ങളുടെ ശ്വസന പദങ്ങളുടെ ആ ഒഴുക്കിനെ ശ്രദ്ധിക്കുക. ശ്രദ്ധാലുവാകാനുള്ള ഏറ്റവും ലളിതമായ മാർഗങ്ങളിൽ ഒന്നാണിത്. ഒരു കാര്യത്തിൽ നമുക്ക് ഒരു നിഷ്ണാതനായിത്തീരുവാൻ, ശ്രദ്ധാലുവായിത്തീരുവാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗമാണ് പുരികമധ്യത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഈ ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗത്തെക്കുറിച്ചും ഇത്ര എളുപ്പത്തിൽ ശ്രദ്ധാലുവാകാൻ കഴിയില്ല. ഈ ഗ്രന്ഥി, അതായത് പിനിയൽ ഗ്ലാൻഡ്, എന്തിനേക്കാളുമേറെ ശ്രദ്ധ പിടിച്ചെടുക്കുവാൻ സഹായകമാണ്. ശ്രദ്ധയാണ് ഇതിൻ്റെ ഭക്ഷണം. ഈ പിനിയൽ ഗ്ലാൻഡിൻ്റെ അറ്റൻഷൻ, ശ്രദ്ധ പിടിച്ചെടുക്കാൻ പിനിയൽ ഗ്ലാൻഡിന് ഒരു പ്രത്യേക മാസ്മരികമായിട്ടുള്ള ഒരു ശക്തിവിശേഷമുണ്ട്. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ രണ്ട് കണ്ണുകളും മൂന്നാം കണ്ണിൻ്റെ സമൂഹത്തിന് വിധേയമാകും. അവ ഒരിടത്ത് തന്നെ ഉറച്ചു നിൽക്കും. രണ്ട് കണ്ണുകൾ ഉറച്ചു നിൽക്കും. എല്ലാ മനുഷ്യരുടെയും കണ്ണുകൾ ഇങ്ങനെ ഇളകി ആടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അതിനെ ഫിക്സഡ് ഗെയ്സിങ്, സൂക്ഷ്മദൃക്കായി ആക്കി തീർക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ പരാജയത്തിൻ്റെ ഒരു പ്രധാന കാരണം. നേരെ നോക്കി സംസാരിക്കാൻ കഴിയില്ല, കണ്ണിൽ നോക്കി സംസാരിക്കാൻ കഴിയില്ല. ഇതെപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക്. ലോകത്തെന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു പരിഭ്രമം, അല്ലെങ്കിൽ സറൗണ്ടിങ്സിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു പരിഭ്രമമാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പം അതുകൊണ്ട് ഇനി എല്ലാവരും തന്നെ ഈ മൂന്നാം കണ്ണിൽ, പുരികമധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആദ്യമായിട്ട്. അപ്പോൾ നിങ്ങളുടെ പിനിയൽ ഗ്ലാൻഡ് ആക്ടിവേറ്റ് ചെയ്യും. പിനിയൽ ഗ്ലാൻഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പോതലാമസ്, തലാമസ്, പിറ്റ്യൂട്ടറി, അന്തസ്രാവ ഗ്രന്ഥികളെല്ലാം തന്നെ എലൈവ് ആവും, ആക്റ്റീവ് ആകും. അപ്പോൾ അന്തസ്രാവ ഗ്രന്ഥികൾ വളരെ സുഗമമായിട്ട് ഹോർമോൺ സെക്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ രീതിയിലുള്ള രോഗങ്ങളിൽ നിന്നും വിമുക്തി കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ അന്തസ്രാവ ഗ്രന്ഥികളുടെ പ്രവർത്തന മാന്ദ്യമാണ് ഒട്ടുമിക്ക ക്രോണിക് ഡിസീസിൻ്റെയും ഉറവിടം. അപ്പോൾ ശ്രദ്ധ ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത് ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രയാസമാണ്. കണ്ണുകൾ പിന്നെ അനങ്ങില്ല. അതാണ് ഇവിടുത്തെ ഒരു മുഖ്യമായിട്ടുള്ള ഇതിൻ്റെ ഒരു ഗൂഢ ലക്ഷ്യം. വേറൊരു സ്ഥലത്തേക്കും പിന്നെ നമ്മളുടെ ശ്രദ്ധ പാഞ്ഞു പോകില്ല എന്നുള്ളതാണ് ഈ പുരികമധ്യത്തിലുള്ള ശ്രദ്ധയുടെ മെച്ചം. മൂന്നാം കണ്ണ് ശ്രദ്ധയെ പിടിച്ചെടുക്കുകയും ശ്രദ്ധയെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യും. അത് ശ്രദ്ധയെ ആകർഷിക്കുന്ന കാന്തമാണ്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള വിവിധ ധ്യാന മാർഗങ്ങൾ പ്രയോജനപ്പെടുത്തുന്നവർ ഈ പുരികമധ്യത്തിലെ ധ്യാനമാണ് ആദ്യമായിട്ട് തന്നെ പരിശീലിക്കുന്നത്. റേക്കിയിലാണെങ്കിലും യോഗയിലാണെങ്കിലും മറ്റ് ഇസോർട്ടിക് സയൻസുകളിലെല്ലാം തന്നെ, പ്രാർത്ഥനയിലാണെങ്കിലും ഈ പുരികമധ്യത്തിലാണ് ശ്രദ്ധ കൊണ്ടുവരുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് അതിന് ഫലം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഈ ശ്രദ്ധ പരിശീലിക്കാൻ വേണ്ടിയാണ് ഈ മൂന്നാം കണ്ണ് തുറന്നുള്ള പരിശീലനം എല്ലാവരും ചെയ്യുന്നത്. ഏറ്റവും ലളിതമായ വഴിയാണിത്. നിങ്ങൾ സ്വയം ശ്രദ്ധാലുവാകുന്നു എന്ന് മാത്രമല്ല, ഈ ഗ്രന്ഥിയുടെ ആകർഷണ സ്വഭാവം നിങ്ങൾക്ക് സഹായകമായി തീരുകയും ചെയ്യുന്നു. നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് നിർബന്ധമായും ആകർഷിക്കപ്പെടുന്നു, ഈ പിനിയൽ ഗ്ലാൻഡിലേക്ക്. അത് ആഗീകരണം ചെയ്യപ്പെടുന്നു. എന്തിനെയാണോ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് അതിനെ
വലിച്ചെടുക്കുന്നു, ആഗീകരണം ചെയ്യപ്പെടുന്നു. അത് ഈ പ്രാചീന തന്ത്ര സംഹിതകളിൽ മൂന്നാം കണ്ണിൻ്റെ ഭക്ഷണമായിട്ടാണ്, ഈ ശിവനേത്രത്തിൻ്റെ ഭക്ഷണമായിട്ടാണ് ശ്രദ്ധയെ വിളിച്ചിരുന്നത്. അപ്പോൾ ഇത്രയും കാലം അടഞ്ഞിരുന്ന നിങ്ങളുടെ ഈ മൂന്നാം കണ്ണ് തുറക്കുമ്പോൾ ശ്രദ്ധ അതിന് വിശക്കുന്നുണ്ടായിരുന്നു. ശ്രദ്ധ കിട്ടിക്കഴിയുമ്പോൾ അത് ആക്റ്റീവാകും. അതിൻ്റെ ഭക്ഷണമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാഗ്രത കാന്തിക വലയത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് തീരുമാനിക്കാം ആ സമയത്ത്. അപ്പോൾ ഗ്രന്ഥി തന്നെ അതിനെ ആകർഷിക്കുകയും വലിച്ചെടുക്കുകയും ചെയ്യും. ശ്രദ്ധ വളരെ ശ്രമകരമൊന്നുമല്ല, എവിടെ വേണമെങ്കിലും ശ്രദ്ധിക്കാം. പക്ഷെ അതിൻ്റെ ആ കാതൽ ആയിട്ടുള്ള കാര്യത്തെ ഉൾക്കൊള്ളുന്നതിന് നമ്മൾ മൂന്നാം കണ്ണുകൊണ്ട് ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണ് അതിനെ നമുക്കത് പൂർത്തീകരണത്തിന് വഴിയൊരുക്കുകയുള്ളൂ. അപ്പോൾ ഒരു പുഷ്പത്തെ ഇപ്പം നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ ചിലപ്പോൾ കാണാം, റോസാപ്പൂവിനെ കണ്ടു കഴിഞ്ഞു. പക്ഷേ ആ റോസാപ്പൂവിൻ്റെ ആ ഇരിപ്പിടം അത് മണ്ണിലിരിക്കുന്നു, ചെടിയായിരിക്കുന്നു. ചെടിയിൽ മണ്ണിൽ താങ്ങി നിൽക്കുന്ന അതിൻ്റെ കൊമ്പുകൾ, ശിഖരങ്ങൾ, പിന്നെ അതിൻ്റെ ഇലകൾ, അതിൻ്റെ നിറങ്ങൾ, അത് പൂവായിട്ടിരിക്കുന്നത്, അത് മൊത്തത്തിൽ അതിനെ സമഗ്രമായിട്ട് നമുക്ക് ഉള്ള ഒരു ഉൾക്കാഴ്ച ആ ചെടിയുടെ പൂർണ്ണമായിട്ട് കിട്ടിയാൽ മാത്രമാണ് അതിൻ്റെ ആ കാതൽ നമ്മളിൽ ഹൃദയസ്ഥമാവുകയുള്ളൂ. അങ്ങനെയുള്ള ശ്രദ്ധയാണ് ഈ മൂന്നാം കണ്ണ് പിനിയൽ ഗ്ലാൻഡ് ആക്ടിവൈസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമാകുന്നത്. ഈ ശ്രദ്ധാപുരികങ്ങൾക്ക് നടുവിൽ മനസ്സ് ചിന്തയ്ക്ക് മുൻപേ പോകുന്നു. ശ്രദ്ധ ഭ്രൂമധ്യത്തിലാകുമ്പോൾ ജീവിതത്തിൽ ആദ്യമായി നിങ്ങൾ വിചിത്രമായൊരു പ്രതിഭാസം അനുഭവിക്കാൻ ഇടയാകും. ജീവിതത്തിൽ ആദ്യമായി ചിന്തകൾ നിങ്ങൾക്ക് മുന്നിലൂടെ ഇങ്ങനെ നടക്കാൻ തുടങ്ങും. ഓരോ ചിന്തകൾ ഇങ്ങനെ ഒന്നൊന്നായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു സ്ക്രീനിൽ എന്ന പോലെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കും. അപ്പോൾ ഒരു രോഗിയെ ചികിത്സിക്കണമെങ്കിൽ രോഗി നമ്മളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആ രൂപം നമ്മളുടെ മൂന്നാം കണ്ണുകൊണ്ട് ദർശിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് സാധ്യമാവുകയുള്ളൂ. അങ്ങനെ ആ എൻ്റെയർ ഈ ഇഞ്ച് ബൈ ഇഞ്ച്, സിഞ്ച് ബൈ സിഞ്ച് ആ രോഗിയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ സമയത്ത് സൂക്ഷ്മ ശരീരത്തെയും സ്ഥൂല ശരീരത്തെയും രോഗം ഏതേത് ഭാഗങ്ങളിലാണ് വ്യാപിച്ചിരിക്കുന്നതെന്നും എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങളൊരു സാക്ഷി ദർശനത്തിലോടുകൂടി ഒരു രോഗശാന്തിക്കാരനായിട്ട് നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഒരു ചലച്ചിത്രത്തിൻ്റെ തിരശ്ശീല പോലെയാണത്. അപ്പോൾ നിങ്ങൾ ഈ ഭ്രൂമധ്യത്തിൽ ചിന്തിക്കുന്നതോടൊപ്പം തന്നെ റെയ്ക്കിയുടെ ആ ശക്തി വളരെ വേഗത്തിൽ ഈ രോഗികളിലേക്ക് എന്താണോ ചിന്തിച്ച് നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത് ആ മണ്ഡലത്തിൽ വിരിഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആ വസ്തുവിലേക്ക് ഈ റെയ്ക്കിയെ നമുക്ക് പ്രവഹിപ്പിക്കാൻ എളുപ്പമായിരിക്കും എന്നുള്ളതാണ് ഈ സാക്ഷിയെ കണ്ടെത്തുന്ന ധ്യാനം പരിശീലിക്കുക വഴി നമുക്ക് ലഭ്യമാകുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾ ഒരിക്കലും സാക്ഷിയല്ല, നിങ്ങൾ ചിന്തകളുമായി തന്മീഭവിച്ചിരിക്കും. അപ്പോൾ രോഗിയുമായിട്ട് നമ്മളൊരു തന്മീഭാവം വന്നിട്ടുണ്ടാകും. ദേഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ ദേഷ്യമായി തീരും. അതുപോലെ അതിങ്ങനെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ സാക്ഷിയല്ല, അതുമായി നിങ്ങൾ താതാത്മ്യം പ്രാപിച്ചിട്ടുണ്ടായിരിക്കും. ചിന്തയോടൊപ്പം സഞ്ചരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ചിന്തയായി തീരുകയും ചിന്തയുടെ രൂപം ധരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു രോഗി നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ രോഗി അനുഭവിക്കുന്ന സഫോക്കേഷൻസ്, സഫറിങ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബോഡിയിൽ അത് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ രോഗിയുമായിട്ട് തന്മീഭവിക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ചിന്തകൾക്കും ഇടയിൽ ഒരു നേർത്ത വിടവ് പോലുമില്ലാതെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ രോഗിയെ ചികിത്സിക്കാൻ സാധിക്കും, സുഖപ്പെടുത്താൻ സാധിക്കും.
നിങ്ങളെ തന്നെ സുഖപ്പെടുത്താൻ സാധിക്കും. അതിന് ചെയ്യുന്ന ഒരു ധ്യാന പരിശീലനമായിട്ടാണ് നിങ്ങൾ തൊട്ട് മുമ്പിൽ ഒരു ഫുൾ സൈസ് മിറർ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നു. നിങ്ങളെ തന്നെ കാണുന്നു. നിങ്ങളുടെ രൂപം ആ കണ്ണാടിയിൽ കാണുന്നു. രൂപത്തെ നോക്കി നിങ്ങൾ മെല്ലെ ചിരിക്കുന്നു. ചിരിക്കുമ്പോൾ രൂപം നിങ്ങളെ നോക്കി ചിരിക്കുന്നു. അപ്പോൾ രൂപത്തോട് പറയുക, ഐ ആം ഓക്കെ, ഐ ആം ഓക്കെ, ഐ ആം ഓക്കെ. വീണ്ടും രൂപത്തോട് പറയുക, യു ആർ ഓക്കെ, യു ആർ ഓക്കെ, യു ആർ ഓക്കെ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ നിങ്ങളിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ പൂർണ്ണമായും ഈ ഭ്രൂമധ്യത്തിൽ ചിന്തിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ എന്ത് തന്നെ പ്രശ്നങ്ങളിലാണെങ്കിലും നിങ്ങൾ ഓക്കെ ആയിട്ട് മാറും. അത് ആ പ്രശ്നങ്ങൾ മാറി തലസ്ഥാനത്ത് നിങ്ങൾ റിജുവിനേറ്റ് ആവും. രോഗമാണെങ്കിൽ രോഗം മാറും, സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും, റിലേഷൻഷിപ്പ് പ്രോബ്ലം ആണെങ്കിൽ അത് മാറും. എന്ത് തന്നെ പ്രശ്നങ്ങളാണോ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്, ആ പ്രശ്നത്തിൽ നിന്ന് മാറി നിങ്ങൾ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ടാകും. ആ പ്രശ്നം നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ മൂന്നാം കണ്ണിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ ഒരു സാക്ഷിയായി മാറുന്നു എന്നുള്ളതാണ്. മൂന്നാം കണ്ണിലൂടെ ആകാശത്തിലെ മേഘങ്ങളെപ്പോലെയും തെരുവിലൂടെ ജനങ്ങൾ ഒഴുകുന്നത് പോലെയും ചിന്തകൾ നിങ്ങൾക്ക് കാണാനാകും. മേഘങ്ങളിങ്ങനെ ആകാശത്തിലൂടെ ഒഴുകുന്നത് പോലെയും തെരുവിലൂടെ ജനങ്ങളിങ്ങനെ ഓടിപ്പാഞ്ഞു പോകുന്നത് പോലെ ഇതെല്ലാം നിങ്ങളുടെ ചിന്തകൾ, ചിന്താമണ്ഡലത്തിൽ നിങ്ങൾക്കിങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു സാക്ഷി ആയിരിക്കുവാൻ ശ്രമിക്കുക എന്നത് തന്നെ എന്തു തന്നെ സംഭവിച്ചു കൊണ്ടിരുന്നാലും ഇതൊന്നും നിങ്ങളെ ബാധിക്കുകയില്ല. പിന്നെ അതിൻ്റെ കാർമിക് കോൺസിക്വൻസ് ഒന്നും തന്നെ നിങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാ സംഭവങ്ങളുടെയും ഇമ്പൾസസും ഇൻഫർമേഷൻസും നമ്മളുടെ ബോഡിയിലേക്ക് ടാഞ്ചിബിൾ ആകുമ്പോൾ അതിൻ്റെ ആ കാർമിക് കോൺസിക്വൻസ് നമ്മളും അനുഭവിക്കേണ്ടതായിട്ട് വന്നു ചേരാറുണ്ട്. അതിൽ നിന്ന് വിമലീകരിക്കപ്പെടുന്നതിന് വേണ്ടിയും ഈ വിറ്റ്നസിങ് മെഡിറ്റേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും. അതിൻ്റെ കാർമിക് കോൺസിക്വൻസ് നമുക്ക് ഏൽക്കാതെ നമുക്കൊരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അതിൻ്റെ ഇത് അഫക്റ്റ് ചെയ്യാതിരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാന മേന്മ, മെച്ചം. ഓരോ രോഗമോ ദുഃഖമോ മറ്റെന്തുതരം കഷ്ടപ്പാടുകളോ നിങ്ങളെ അലട്ടുമ്പോഴും അതിന് സാക്ഷിയായിട്ട് മാറുക. സംഭവിക്കുന്ന ഒന്നിലും തന്മയീഭവിക്കാതെ നിരീക്ഷകനും സാക്ഷിയുമായി മാറുക. സാക്ഷ്യം വഹിക്കുക സാധ്യമാകുമ്പോൾ നിങ്ങൾ മൂന്നാം കണ്ണിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടാകും. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് വലിയൊരു പ്രതിഭാസം അനുഭവിച്ചറിയാൻ നിങ്ങൾക്ക് ഇടയാകും. അത് നിങ്ങൾക്ക് ശ്വസനത്തിൻ്റെ രൂപത്തെ, ശ്വസനത്തിൻ്റെ കേവലമായ അന്തസ്സത്തെ അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും ശ്വസിക്കുന്നത് ഒരിക്കലും സ്വന്തം ദേഹത്തായിരിക്കില്ല. ഒരാൾ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിലാണ് എത്തേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ആ മനുഷ്യൻ ശ്വസിക്കുന്നത് അത്രയും ദൂരത്ത് പോയിട്ടായിരിക്കും ചിലപ്പോൾ ശ്വസിക്കുന്നത്. ശരിക്കും ശ്വസനം ചെയ്യേണ്ടത് നമ്മളുടെ ഒരു 12 അങ്കുലം അകലത്തിൽ മൂക്കിൻ്റെ ചേർന്ന് നിന്നിട്ടാണ് ശ്വസിക്കേണ്ടത്. തൊട്ടടുത്ത് നിന്നുള്ള ശ്വാസത്തെയാണ് നമ്മൾ ദീർഘമായിട്ട് ആവാഹിച്ചെടുക്കേണ്ടത്, വലിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ സാക്ഷി ദർശനം, സാക്ഷിയെ കണ്ടെത്തുന്ന വിറ്റ്നസിങ് മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് സാധ്യമാകുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്വസനത്തിൻ്റെ രൂപം, അതിൻ്റെ അന്തസത്ത, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട്. ശ്വസിക്കുമ്പോൾ നിങ്ങൾ വായു മാത്രമല്ല ശ്വസിക്കുന്നത്. ശാസ്ത്രം പറയുന്നത് നിങ്ങൾ വായുവിലെ ഓക്സിജൻ, ഹൈഡ്രജൻ തുടങ്ങി നിരവധി വാതകങ്ങളുടെ സമുച്ചയമായ വായുവിനെ ശ്വസിക്കുന്നു എന്നാണ്. പക്ഷെ എന്നാൽ തന്ത്ര പറയുന്നത് വായു ഒരു വാഹനം മാത്രമാണ്. ഈ വായു എന്നുള്ളതൊരു വാഹനം മാത്രമാണ്. യഥാർത്ഥമായ കാര്യം അതല്ല എന്നാണ്. നിങ്ങൾ ശ്വസിക്കുന്നത് പ്രാണനെയാണ്.
ഈ വായു പ്രാണനെ വഹിക്കുന്ന ഒരു വാഹനം മാത്രമാണ്. പ്രാണനാണ് നമ്മൾ ശ്വസിക്കുന്നത് എന്ന ഒരു ബോധമണ്ഡലത്തിലേക്ക് നമ്മൾ എത്തപ്പെടും. അപ്പോൾ വായുവിൽ അടങ്ങിയിരിക്കുന്നതാണ് പ്രാണൻ. പ്രാണനാണ് എല്ലാറ്റിൻ്റെയും ആധാരം. പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളുടെയും മൂലതന്തു എന്ന് പറയുന്നത് പ്രാണൻ ഘനീഭവിച്ചിട്ടാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. നമ്മളുടെ ശരീരവും പ്രാണൻ്റെ ഘനീഭാവമാണ്. അപ്പോൾ നിങ്ങൾ ശ്വസിക്കുന്നത് വെറും വായു മാത്രമല്ല, പ്രാണനെയാണ്. പ്രാണൻ 5 വിധത്തിലാണ്. അത് ദേഹത്തിരിക്കുമ്പോൾ, പുറമേ ഇരിക്കുമ്പോൾ അതിനെ വിശ്വപ്രാണൻ, മുഖ്യപ്രാണൻ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ 3-ാം കണ്ണിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ശ്വാസത്തിൻ്റെ അന്തസ്സത്ത നിങ്ങൾക്ക് നിരീക്ഷിക്കാനാവും. ശ്വാസമല്ല, അതിൻ്റെ യഥാർത്ഥ സത്തയായ പ്രാണനെ നിരീക്ഷണ വിധേയമാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു. അങ്ങനെ എപ്പോൾ കഴിയുന്നോ അപ്പോൾ നിങ്ങളിൽ ഒരു രോഗശാന്തിക്കാരൻ തനിയെ പിറവി കൊള്ളും എന്നുള്ളതാണ്. അപ്പോൾ പിനിയൽ ഗ്ലാൻഡിനെ ആക്ടിവേറ്റ് ചെയ്യുകയും ഭ്രൂനേത്രത്തിൽ അതായത് പുരികമധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ, നിങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ ഈ വിശ്വപ്രാണനായിട്ടുള്ള ജൈവ തേജസ് ഇൻഹെയിൽ ദീർഘമായിട്ടത് ഉള്ളിലേക്ക് എത്തപ്പെടുന്നു. സെല്ലുലാർ ലെവലിൽ, അതായത് കോശ സമുച്ചയങ്ങളിൽ, എൻ്റയർ ബോഡിയിൽ മുഴുവനായിട്ടും ഈ വിശ്വപ്രാണൻ്റെ അത് നിറയുന്നു. പിന്നെ നിങ്ങൾ ശ്വാസം തുറന്നു വിടുമ്പോൾ ഈ പ്രാണൻ തന്നെയാണ് തുറന്നു വിടുന്നത്. അങ്ങനെ പ്രാണൻ അകത്തേക്ക് പോകുന്നു, വിശ്വപ്രാണൻ അകത്തേക്ക് പോകുന്നു. അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും ചെന്ന് നിറഞ്ഞു കഴിയുമ്പോൾ അത് നിങ്ങളുടെ പ്രാണനാകുന്നു. പ്രാണൻ 5 വിധത്തിലുള്ള ആ പ്രാണൻ തന്നെ ആയിട്ട് അത് പുറത്തേക്ക് പോകുന്നു. ഒരിക്കലും മലിനത പുറത്തു പോകുന്നു എന്ന് സങ്കല്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ വിശ്വപ്രാണനെയാണ് ശ്വസിക്കുന്നത്, വിശ്വചൈതന്യത്തെയാണ്, ജൈവ തേജസ്സിനെയാണ് ശ്വസിക്കുന്നത്. ഈ ജൈവ തേജസ്സിനെ തന്നെ പുറത്തേക്ക് വിടുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഒരു സങ്കല്പത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ഒരു വ്യക്തി ഈ ജൈവ തേജസ്സിനെ എടുത്തുപയോഗിക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് ഈ വ്യക്തി എത്തിച്ചേരും. അങ്ങനെ ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒന്ന് ശ്വസിച്ചിട്ട് കുടിക്കാൻ കൊടുത്താൽ അയാൾ കുടിക്കുന്ന വ്യക്തി സുഖം പ്രാപിക്കും, ഏത് രോഗമാണെങ്കിലും. കാരണം ഈ വെള്ളത്തിന് ഉള്ള സ്വഭാവം ക്രിസ്റ്റലീകൃതമാണ്. 70% മേലെ ശരീരത്തിലെ ജലാംശമാണുള്ളത്. അപ്പോൾ ക്രിസ്റ്റലിനോട് എന്താണോ ഈ വിശ്വ തേജസ് ഉപയോഗിച്ച് ഈ രോഗശാന്തിക്കാരൻ പറഞ്ഞത് അത് നടപ്പിലാക്കും. കഴിക്കുന്ന വ്യക്തിയിലത് സംഭവിക്കും. അങ്ങനെ ഒരു വിശ്വ ജൈവ തേജസ്സിനെ എടുത്തുപയോഗിക്കാനും ഈ പിനിയൽ ഗ്ലാൻഡിനെ ഉണർത്താനുമുള്ള കഴിവിലേക്ക് എല്ലാ റേക്കി പ്രാക്ടീഷണേഴ്സിനും എത്തിച്ചേരേണ്ട അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിത്ത് ലവ് ലൈറ്റ് ഓഫ് റൈറ്റ്.